നമസ്കാരം. നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായും മാനസികപരമായും അതീവ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കർക്കിടക മാസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും പ്രതിരോധശേഷി കുറയ്ക്കുകയും ആയുർബലവും പ്രഭാവവും മന്ദീഭവിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഇതിൽ തന്നെ ഏറ്റവും ദോഷകരവും കടുപ്പമേറിയതുമായ ദിവസങ്ങളിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഓഗസ്റ്റ് 12 വരെ നീണ്ടു നിൽക്കുന്ന ഈ കർക്കിടകവാവ് സമയം ഒട്ടും നിസ്സാരമായി കാണരുത്. നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെയും ഈ സമയത്ത് വരാൻ സാധ്യതയുള്ള അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗദുരിതങ്ങൾ എന്നിവയിൽ നിന്ന് രക്ഷ നേടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വാവ് അടുക്കുമ്പോൾ ജ്യോതിഷപരമായും പല നക്ഷത്രക്കാർക്കും കഷ്ടകാലവും ദോഷങ്ങളും കറങ്ങിയടിക്കുന്ന അവസ്ഥയുണ്ടാകും. ചില പ്രത്യേക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രതികൂല തരംഗങ്ങൾ അതിരൂക്ഷമായി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നാം എന്നും പറയാറുള്ളത് പോലെ തന്നെ ഭയം ഒന്നിനും ഒരു പരിഹാരമല്ല. നമുക്ക് ജാഗ്രതയാണ് വേണ്ടത്. നമ്മുടെ പ്രാചീന ആചാര്യന്മാർ ഇതിന് കൃത്യമായ പ്രതിരോധ മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ലളിതവും എന്നാൽ അതീവ ശക്തിയുള്ളതുമായിട്ടുള്ള ഒന്നാണ് ഒഴിഞ്ഞിടൽ ചടങ്ങ്. നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ യാതൊരുവിധ ഉപേക്ഷയും വിചാരിക്കാതെ ഒഴിഞ്ഞിടൽ കർമ്മം ചെയ്യേണ്ടതാണ്. ഏതൊക്കെയാണ് ആ പ്രത്യേക നക്ഷത്രക്കാരെന്നും ഈ വാവുദോഷത്തിൽ നിന്ന് പൂർണ്ണമായും രക്ഷ നേടാൻ എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഒഴിഞ്ഞിടേണ്ടതെന്നും ഇത് ഏത് മന്ത്രം ചൊല്ലിയാണ് ഒഴിഞ്ഞിടേണ്ടതെന്നും വളരെ വിശദമായി തന്നെ നാം നിങ്ങൾക്ക് പറഞ്ഞു നൽകാം. അതോടൊപ്പം തന്നെ ഈ ദിനങ്ങളിൽ നാം സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളും അവിടെ നടത്തേണ്ട വഴിപാടുകളെക്കുറിച്ചെല്ലാം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പല ദുഃഖ ദുരിതങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. എന്നാൽ പല ആളുകളും അതിന് വേണ്ട രീതിയിലുള്ള പരിശ്രമം നടത്തുന്നില്ല എന്നതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ പരാമർശിക്കുന്ന കാര്യങ്ങൾ, ഇതിലെ വിവരങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി കൃത്യമായി പിന്തുടർന്നാൽ വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളിൽ നിന്ന് പോലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നാം മനോധൈര്യം കൊണ്ട് തന്നെയാണ് അതിജീവിക്കാറ്. ആ ഒരു പോരാട്ടം തന്നെയാണ് നിങ്ങളെ നാളിതുവരെ എത്തിച്ചത്. എന്നിരുന്നാലും ചില നെഗറ്റീവ് ഊർജം നമുക്കൊപ്പം എന്നും ഉണ്ടാവും. ശത്രുദോഷം, കണ്ണേറ്, പ്രാക്ക് പോലുള്ളവ നിത്യജീവിതത്തിൽ നമ്മോടൊപ്പം കടന്നുകൂടി നമ്മുടെ ജീവിതത്തെ പ്രതികൂലമായി അത് ബാധിക്കും. നമ്മുടെ തകർച്ചയ്ക്ക് പിന്നിലെല്ലാം ഇങ്ങനെയുള്ള ദുഷ്ടശക്തികൾ തന്നെയാണ്. കണ്ണേറ്, പ്രാക്ക്, ശത്രുദോഷം പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലും നടക്കുന്ന നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുക. ഈ പൂജാ വഴിപാടുകൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവ് ഊർജത്തെയും ഇല്ലാതാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരുന്നതിന് സഹായിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു അധ്യായം ഷെയർ ചെയ്തുകൊണ്ട് കാണുക. നിങ്ങളുടെ നിഷ്കളങ്കമായ പ്രവൃത്തിയും നിസ്വാർത്ഥമായ മനസ്സും തന്നെയാണ് ഈ പ്രപഞ്ചം നിങ്ങളെ ഉയരങ്ങളിലെത്തിക്കുന്നത്. ഈ ഒരു അധ്യായം കേൾക്കുന്ന എല്ലാവരും ഓം നമഃ ശിവായ എന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. ഭഗവാന്റെ നാമം ജപിക്കുന്നത് പോലും നിങ്ങളുടെ അടുത്ത് നിന്ന് ദുഷ്ടശക്തി അകന്നു പോകുന്നതിന് സഹായിക്കും. കർക്കിടക വാവ് കഴിയുന്നത് വരെയും അതിനുശേഷവുമുള്ള കർക്കിടകത്തിൻ്റെ അവസാന ദിവസങ്ങൾ വരെയും കഷ്ടകാലവും അനർത്ഥ ദുരിത അപകടങ്ങളും അത്തരം സാധ്യതകളും അനുഭവിക്കാൻ യോഗമുള്ള അതിന് സാധ്യതയുള്ള 11 നക്ഷത്രക്കാരെക്കുറിച്ച് ഇനി നമുക്ക് വിശദമായി നോക്കാം. അതിൽ ആദ്യം തന്നെ വരുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ വീട്ടിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് ഏത് വഴിക്ക് പോകുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയണം. എടുത്തുചാട്ടം, കണ്ണടച്ചുള്ള തീരുമാനങ്ങൾ, സാഹസികമായിട്ടുള്ള കായിക അധ്വാനം എന്നിവ പൂർണ്ണമായി ഒഴിവാക്കണം. അപകടങ്ങൾ, വീഴ്ചകൾ, പല രീതിയിലുള്ള അനർത്ഥങ്ങൾ, ദുഃഖങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്നിവ വരാൻ വലിയ സാധ്യതയുണ്ട്. കർക്കിടക പെയ്ത്ത് സമയത്ത് അപകടദോഷങ്ങൾ സ്വയം വിളിച്ചു വരുത്തരുത്.
ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും അതിൻ്റെ എല്ലാ വശങ്ങളും ചിന്തിച്ച് അനുഭവസ്ഥരായ വിദഗ്ധരോടോ കുടുംബാംഗങ്ങളോടോ ആലോചിച്ച ശേഷം മാത്രം മുന്നോട്ട് പോവുക. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്ന 3 വസ്തുക്കൾ എടുത്ത് മന്ത്രം ചൊല്ലി തലയ്ക്കൊഴിഞ്ഞിട്ട് കത്തിച്ച് കളയാൻ ഓർമ്മിപ്പിക്കുക. ഇനി രണ്ടാമതായി വരുന്നത് ആയില്യം നക്ഷത്രമാണ്. കർക്കിടകം കഴിഞ്ഞാൽ ആയില്യംകാർക്ക് സമയത്തിന് നല്ല മാറ്റം വരാൻ സാധ്യതയുണ്ട് എങ്കിലും ഈ വാവ് സമയം വരെ ദുഃഖങ്ങൾക്ക് കുറവുണ്ടാവുകയില്ല. സങ്കട വാർത്തകൾ കേൾക്കേണ്ടി വരിക, ജീവിതത്തിൽ വളരെ പ്രിയപ്പെട്ടതെന്ന് കരുതിയ കാര്യങ്ങൾ കൈവിട്ടു പോവുക എന്നീ അവസ്ഥകൾ ഉണ്ടാകാം. കൂടാതെ കിട്ടുമെന്ന് ഉറപ്പിച്ച കാര്യങ്ങൾ അവസാന നിമിഷം തട്ടിത്തെറിച്ച് അവസരങ്ങളും ഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഏറെ കൂടുതലാണ്. ചില അപകട സാധ്യതകളും കാണുന്നു. വീട്ടിൽ ആയില്യ നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ ഒരു ഉപേക്ഷയും കൂടാതെ കൃത്യമായി ഒഴിഞ്ഞിടുക. അവർ സ്വയം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ മുൻകൈയെടുത്ത് ചെയ്യുക. മൂന്നാമതായി വരുന്നത് രോഹിണി നക്ഷത്രമാണ്. വീട്ടിൽ രോഹിണി നക്ഷത്രക്കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ വാവ് കഴിയുന്നതുവരെ പുതിയ കാര്യങ്ങൾക്കൊന്നും തുടക്കം കുറിക്കരുത്. പുതിയ ബിസിനസ് ആരംഭിക്കുക, പുതിയ വീട് പഠനത്തിന് ചേരുന്നത്, വീട് പുതുക്കി പണിയുക, പത്രിക കൈമാറ്റം പോലുള്ള ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാതിരിക്കുക എന്നിവ നിങ്ങൾ തീർത്തും ഒഴിവാക്കണം. ഈ സമയത്ത് തുടർന്ന പുതിയ കാര്യങ്ങൾ ഇരട്ടി ദോഷമായി തിരിച്ചടിക്കും. ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ, മാനസിക പ്രയാസങ്ങൾ, രോഗപീഠകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു കർക്കിടകം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളതിനാൽ വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. ഇനി നാലാമതായി വരുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ദോഷങ്ങൾ ഒട്ടേറെ ഉണ്ടാവുന്ന സമയമാണിത്. ആയുർബലം കുറയും, മനോവ്യാധികളും വിഷമങ്ങളും അനുഭവപ്പെടും. പ്രത്യേകിച്ച് ജലവുമായും അഗ്നിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണിത്. വീട്ടിൽ അടുക്കള കൈകാര്യം ചെയ്യുന്ന സ്ത്രീകൾ അഗ്നിയിൽ നിന്ന് പൊള്ളലോ പരിക്കോ ഏൽക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കണം. ജലാശയങ്ങളിൽ ഇറങ്ങുന്നവരും ജലവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരും അതീവ ജാഗ്രത പുലർത്തണം. ദോഷങ്ങൾ മാറുവാൻ നിർബന്ധമായും ഒഴിഞ്ഞിടുക. ഇനി അഞ്ചാമതായി വരുന്നത് തിരുവോണം നക്ഷത്രമാണ്. തിരുവാതിരയെ പോലെ തന്നെ അനർത്ഥ സമയത്തിലൂടെ കടന്നുപോകുന്ന നാളാണ് തിരുവോണം. അപകട സാധ്യതകൾ വളരെ കൂടി നിൽക്കുന്ന സമയമാണ്. വാഹനം കൈകാര്യം ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കണം. ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ബന്ധത്തിലും അസ്വാരസ്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദേഷ്യം പരമാവധി നിങ്ങൾ നിയന്ത്രിക്കണം. വഴക്കുകൾ കൂടുമ്പോൾ അത് പിന്നീട് തിരുത്താൻ പറ്റാത്ത ദുഃഖങ്ങളായി മാറി. കുട്ടികളായാലും മുതിർന്നവരായാലും കുടുംബത്തിലുള്ള തിരുവോണം നാളുകാർക്കായി ഒഴിഞ്ഞിടൽ തീർച്ചയായും നടത്തുക. ഇനി ആറാമതായി വരുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. ചിങ്ങം 1 വരെയെങ്കിലും പൂരുരുട്ടാതി നക്ഷത്രക്കാർ അധികം റിസ്കുകളൊന്നും പിടിച്ച തീരുമാനങ്ങൾ എടുക്കരുത്. ചാടിപ്പുറപ്പെട്ട് സാഹസികമായി എടുക്കുന്ന തീരുമാനങ്ങൾ സർവനാശത്തിൽ കലാശിക്കും. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന രീതിയിലുള്ള ചിന്തകൾ ഉപേക്ഷിക്കണം. ഈ ദോഷ സമയത്ത് വീട്ടിൽ പൂരുരുട്ടാതി നാളുകാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ വിവരമറിയിച്ച് ദോഷങ്ങൾ ഒഴിവാകുന്നതിന് വേണ്ടി നിങ്ങൾ കൃത്യമായി ഒഴിഞ്ഞിടുക. ഇനി ഏഴാമതായി വരുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ഒളിച്ചും തെളിച്ചും ശത്രുക്കളിൽ നിന്നും ഉപദ്രവങ്ങൾ ഏറുന്ന സമയമാണിത്. ശത്രുദോഷം കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും തടസ്സപ്പെടുവാനും വിനാശങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. പല രീതിയിലുള്ള ദുരിതങ്ങളും ദുഃഖവാർത്തകളും കേൾക്കേണ്ടി വന്നേക്കാം. ഒഴിഞ്ഞിടൽ മാത്രമാണ് നിങ്ങൾക്ക് ശത്രുക്കളിൽ നിന്നുള്ള ഏക രക്ഷ. ആപത്തുകളിൽ നിന്ന് നിങ്ങളെ ഇത് രക്ഷിച്ചു നിർത്തും. ഇനി എട്ടാമതായി വരുന്നത് മകൈര്യം നക്ഷത്രമാണ്. മകൈര്യം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയോ പുരുഷനോ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കുടുംബകലഹത്തിനും സ്വസ്ഥതക്കേടിനും വലിയ സാധ്യത കാണുന്നു. വീട്ടിൽ മനസമാധാനം ഇല്ലാത്ത അവസ്ഥയും പുകച്ചിലും അനുഭവപ്പെടാം. ഈ നക്ഷത്രക്കാർ ദോഷങ്ങൾ കുടുംബത്തിൽ മൊത്തത്തിൽ ബാധിക്കാതിരിക്കാൻ നിർബന്ധമായും ഒഴിഞ്ഞിടൽ ചടങ്ങ് നിർവഹിക്കേണ്ടതാണ്. ഇനി ഒൻപതാമതായി വരുന്നത് ഉത്രാടം നക്ഷത്രമാണ്. കർക്കിടക മാസം പ്രമാണിച്ച് ഉത്രാടം നക്ഷത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ദോഷങ്ങൾ കാണുന്നുണ്ട്. ചുറ്റുമുള്ളവരുടെ പ്രാക്ക്, കണ്ണേറ്, എരിച്ചൽ, അസൂയ എന്നീ പല ബുദ്ധിമുട്ടുകളും തൊഴിൽ സ്ഥലത്തും കുടുംബത്തിലും അയൽപ്പക്കത്തിലും നിങ്ങളെ ഇത്തരം ദോഷങ്ങൾ ബാധിക്കാം. ചിങ്ങം പിറക്കുന്നതുവരെ ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഭഗവാനെയും ഭഗവതിയും സാക്ഷി നിർത്തി നാം പറയുന്നു, ദോഷങ്ങൾ ചെന്ന് ചാടാതിരിക്കാൻ ഉടൻ നിങ്ങൾ ഒഴിഞ്ഞിടുക. പ്രിയപ്പെട്ടവരെ, വാവിന് മുൻപായി തന്നെ നിങ്ങൾ ഒഴിഞ്ഞിടണം. വാവ് ദിവസം നിങ്ങൾ നാം പറയുന്ന ക്ഷേത്രത്തിൽ സാധ്യമാവുകയാണെങ്കിൽ ദർശനവും നടത്തുക. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പല ദോഷങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾ ആദ്യം തന്നെ ചെറിയ ഒരു പാത്രത്തിൽ ഒരൽപ്പം കല്ലുപ്പെടുക്കുക. അതോടൊപ്പം വറ്റൽമുളക് 4 അല്ലെങ്കിൽ 5 ഉണക്ക വറ്റൽമുളക് കഷ്ണങ്ങൾ നിങ്ങൾ എടുക്കുക.
ഒപ്പം തന്നെ കറുത്ത എള്ള്, ഒരൽപ്പം എള്ള് എടുക്കണം. നാം മനസ്സിലാക്കുക, കർക്കിടക മാസത്തിൽ എള്ള് ഉപയോഗിക്കുന്നത് അതീവ ശ്രേഷ്ഠമാണ്. കൂടാതെ ദോഷമുള്ള വ്യക്തി ധരിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതോ ആയ വസ്ത്രത്തിൽ നിന്ന് ചെറിയൊരു കഷ്ണം നൂലെടുത്ത് ഈ 4 സാധനങ്ങളും പേപ്പറിലോ തുണിയിലോ പൊതിഞ്ഞ് ഭദ്രമായി ചുരുട്ടി പിടിക്കുക. ദോഷമുള്ള വ്യക്തിയെ കിഴക്കോട്ട് മുഖം തിരിച്ചു നിർത്തുക. ഓം രക്തായേ നമ എന്ന് 3 തവണ ചൊല്ലിക്കൊണ്ട് തലയ്ക്ക് ചുറ്റും ഘടികാര സൂചിക ഓടുന്ന ദിശയിൽ 3 വട്ടം ഒഴിയുക. ഒഴിഞ്ഞതിന് ശേഷം ഈ വസ്തുക്കൾ അടുപ്പിലോ തീയിലോ അല്ലെങ്കിൽ പുറത്ത് പ്രത്യേകിച്ചുണ്ടാക്കിയ തീയിലോ ഇട്ട് കത്തിച്ചു കളയുക. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കുക, പ്രകൃതിയുടെയും നക്ഷത്രങ്ങളുടെയും ഊർജ്ജ വ്യതിയാനങ്ങൾ നമ്മുടെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത്തരം ജ്യോതിഷാനുഭവങ്ങൾ. വിധി പ്രതികൂലമാണെന്ന സമയത്ത് അതിനെ ചെറുത്തു തോൽപ്പിക്കുവാനും നമ്മുടെ ആത്മബലം നിലനിർത്തുവാനും പ്രാചീനമായ മുത്തശ്ശിമാരും ആചാര്യന്മാരും കാട്ടിത്തരുന്ന ഈ ലളിതമായ ആചാരങ്ങൾ നമ്മെ വലിയ രീതിയിൽ സഹായിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ കർക്കിടക വാവിന് മുൻപോ അല്ലെങ്കിൽ വാവ് ദിവസമോ ശ്രീരാമക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മഹാദേവ ക്ഷേത്രത്തിലോ ദർശനം നടത്തി ഭഗവാന് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ജലധാര പോലുള്ള വഴിപാടുകൾ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മറികടക്കുന്നതിന് സഹായിക്കും. അതുകൊണ്ട് തന്നെ സാധ്യമാവുകയാണെങ്കിൽ ശ്രീരാമക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ഗണപതി ഭഗവാനെയോ തൊഴുത് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ ഗുണം ചെയ്യും. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ നിന്ന് എല്ലാ ദോഷങ്ങളും ഒഴിഞ്ഞ് സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് നാം ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. നന്ദി, നമസ്കാരം.